തലമുറകൾക്കായി കർത്താവ് രണ്ട് നിധി പെന്തക്കോസ്തായിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. ഈശോ പറയുന്നു, എത്രത്തോളം ബലഹീനതയുണ്ടോ അത്രത്തോളം ആത്മാവിനെ തരാം, എത്രത്തോളം പനിയുണ്ടോ അത്രത്തോളം മരുന്നിൻ്റെ ഡോസ് കൂട്ടാം എന്ന് പറയുന്നത് പോലെ, എത്രത്തോളം രോഗാതുരിതമാണോ അത്രത്തോളം മരുന്ന് തരാമെന്ന് പറയുന്നത് പോലെ, അത് ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സുമായി ബന്ധപ്പെട്ടും മരുന്ന് കഴിക്കണം, മനസ്സിൻ്റെ അസ്വസ്ഥതകൾക്കും. പക്ഷേ ആത്മാവിൻ്റെ മരുന്ന് പരിശുദ്ധാത്മാവ് മാത്രമാണ്. കർത്താവ് പറയുന്നു, പെന്തക്കോസ്താക്കായി ഒരുങ്ങുന്നവർക്ക് യെശയ്യാ 59:21 രണ്ട് കാര്യങ്ങൾ നിന്നെ രക്ഷിക്കും. ഒന്ന്, തമ്പുരാൻ്റെ വചനം നീ സ്വീകരിക്കുക. രണ്ട്, തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവിനെ നീ സ്വീകരിക്കുക. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് രക്ഷപ്പെടാൻ പോകുന്നത്. ഒന്ന്, നിൻ്റെ ആത്മാവ് സുരക്ഷിതമായി സ്വർഗത്തിലെത്തും. രണ്ട്, നീ വളർത്തുന്ന മക്കൾ സുരക്ഷിതമായി സ്വർഗത്തിലെത്തും. ടൂറ് കഴിഞ്ഞ് മക്കളെല്ലാം സുരക്ഷിതമായി വീട്ടിൽ വരും, ഒരസ്വസ്ഥതയും ഉണ്ടാകുകയില്ല. മക്കളുടെ മക്കളും നന്നായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് കണ്ണടയ്ക്കാൻ പറ്റും. വല്യമ്മ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നാലാം തലമുറ കാണാൻ പറ്റുന്നത് ഭാഗ്യമാണ്. മക്കളെ വളർത്താം, പിന്നെ ആരെ വളർത്താം? മക്കളുടെ മക്കളെയും വളർത്താം. പിന്നെ അതിൻ്റെ മക്കളുണ്ടാകുമ്പോഴത്തേക്ക് നമ്മളെങ്ങനെ ആവും? നമ്മൾ വടിയൊക്കെ കുത്തും, അല്ലേ? ചാരിക്കിടക്കും, കണ്ടുകൊണ്ട് വേണേ കാണാം. എന്നെ എടുത്തുകൊണ്ട് നടന്ന എൻ്റെ വല്യമ്മ എൻ്റെ മോനെ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കയ്യിലോട്ട് കണ്ടുകൊണ്ടിരിക്കാനല്ല പറ്റുള്ളൂ. കാരണം വല്യമ്മ വീണു എന്ന് വെച്ചാൽ മക്കൾക്ക് വേണ്ടി, മക്കളുടെ മക്കൾക്ക് വേണ്ടി, മൂന്നാം തലമുറയ്ക്ക് വേണ്ടി രണ്ട് കാര്യങ്ങൾ ദൈവം തരുന്നു. എന്താണ്? ഒന്ന്, വചനം തരുന്നു. ഏറ്റവും നല്ല സ്കൂള് തരുന്നു, ഏറ്റവും നല്ല കോളേജ് തരുന്നു, ഏറ്റവും നല്ല ഡ്രസ്സ് തരുന്നു, ഏറ്റവും നല്ല കളിപ്പാട്ടങ്ങൾ തരുന്നു. എല്ലാം ദൈവം തന്നെയാണല്ലോ. എല്ലാം പലരിലൂടെ കണ്ടുപിടിച്ച് പലതും ക്രമപ്പെടുത്തി തരികയാണ്. എല്ലാം നല്ലതാണ്. എല്ലാം തരുമ്പോൾ ഏറ്റവും നല്ലത് എന്താണ്? തമ്പുരാൻ്റെ വചനം. എന്തിനാണ്? തമ്പുരാൻ്റെ വചനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണം. അല്ല എങ്കിൽ എന്നാ സംഭവിക്കും? കർത്താവിൻ്റെ കൂടെ നടന്ന 12 പേരിൽ ഒരാൾ തെറ്റി, 12 പേരിൽ ഒരാൾ തെറ്റി. കാരണം ആ 12 പേരിൽ ഒരാൾ വചനത്തോടൊത്ത് സ്വന്തം ജീവിതത്തെ ക്രമപ്പെടുത്താൻ പറ്റാതെ പോയ ആളാണ്. ആരാണ്? യൂദാസ്. നമുക്കറിയാം. ബാക്കി 11 പേരും നമ്മളെപ്പോലെ നിസ്സഹായരായിരുന്നു, ഭയത്തിലായിരുന്നു, കുറ്റബോധമുള്ളവരായിരുന്നു, സാധാരണ മനുഷ്യരായിരുന്നു. അത്ര വലിയ പ്രഗത്ഭന്മാരൊന്നുമല്ല. ആദ്യത്തെ മാർപ്പാപ്പ എന്ന് വെച്ചാൽ ഭയത്തിൻ്റെ പൂർണ്ണ അഭിഷേകം കിട്ടിയ ആളായിരുന്നു ആദ്യത്തെ മാർപ്പാപ്പ. നമുക്കറിയാം. അത്രത്തോളം സാധാരണ മനുഷ്യർ. പക്ഷെ അവർക്കൊക്കെ ഒരു കൃപയുണ്ടായിരുന്നു. എന്താണ്? തള്ളിപ്പറഞ്ഞതിനെ വീണ്ടും സ്വീകരിക്കാൻ ഒരു കൃപ. കർത്താവിൻ്റെ വചനത്തോടൊത്ത് സ്വന്തം ജീവിതത്തെ ക്രമപ്പെടുത്താൻ പറ്റിയില്ല. കർത്താവിൻ്റെ വചനത്തോടൊത്ത് സ്വന്തം ജീവിതത്തെ ക്രമപ്പെടുത്തിയ വിശുദ്ധ പത്രോസിന് കിട്ടിയ ഗുണമെന്താണ്? പൊട്ടിക്കരയാനുള്ളൊരു കൃപ കിട്ടി. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്ന് സങ്കീർത്തനൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഹൃദയം നുറുങ്ങാൻ, ആ തള്ളിപ്പറച്ചിലിൽ, ഒറ്റിക്കൊടുക്കലിൽ, അല്ലെങ്കിൽ ഉപേക്ഷിച്ചു പോകലിൽ ഹൃദയം നുറുങ്ങാനുള്ളൊരു കൃപ. അപ്പം കർത്താവിൻ്റെ വചനത്തോടൊത്ത് സ്വന്തം ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവർക്ക് കൈവിട്ടു പോയാലും തിരിച്ചു പിടിക്കാനുള്ളൊരു കൃപ കിട്ടും. യൂദാസിനത് പറ്റിയില്ല. 119 സങ്കീർത്തനത്തിൽ 9 വചനം ചോദിക്കുന്നു, യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കും? കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി വചനം കേൾക്കുന്നവർ. ഇവിടെ മാത്രമല്ല, എല്ലാ വചനവേദികളിലും നമ്മൾ കാണുന്നുണ്ട്. കുട്ടികളെയുമായിട്ട് വരും. 12 വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവാണ് വചനവേദികളിൽ. അവർ തർക്കുത്തരം പറയാൻ തുടങ്ങും. അമ്മ പൊക്കോ, ഞാനിവിടെ ഇരുന്നോളാം, പഠിക്കാൻ ഒത്തിരി ഉണ്ട്, അല്ലേ? തമാശയായിട്ടില്ല, കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെ പറയും. അവർക്കൊരു അസ്വസ്ഥതയുണ്ട്. ഒരാൾ പറഞ്ഞ പോലെ പിള്ളേരെ ഒരു ഇടത്തി എന്നപ്പോൾ ഒത്തിരി പിള്ളേരിയ്ക്കുന്നു. ഞാൻ ചോദിച്ചു, പിള്ളേരെല്ലാം എങ്ങനെയാണ് വന്നത്? നല്ല കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞപ്പോൾ പോകാൻ നേരത്തെ ഒരു അപ്പൻ പറഞ്ഞത് നല്ലതായിട്ടില്ല, വീട്ടിലിരുത്താൻ പേടിയായിട്ട് പിടിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞു. വീട്ടിലിരുത്താൻ പേടിയാണ്, ഇപ്പോഴത്തെ കാലമല്ലേ, അതുകൊണ്ട് ബലം പിടിച്ച് കൊണ്ടുവന്നതാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് ചില്ലി ഗോപി മേടിച്ചു കൊടുക്കാം, ചപ്പാത്തിയും മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മേൽ ഇവർ വന്നതാണെന്ന് പറഞ്ഞു. നോയമ്പ് കാലമാണ്, അപ്പം ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് ചില്ലി ഗോപി മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങൾ കൂടെ വന്നതാണെന്ന് പറഞ്ഞു. എന്ത് പാട്ടെ, അല്ലാതെയും വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. പറഞ്ഞു വന്നത്, യുവാവ് യുവതി തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി കാത്തുസൂക്ഷിക്കും? 119 സങ്കീർത്തനത്തിൽ 9 വചനം. അവിടുത്തെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ. അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി, യുവാവ് യുവതി നമ്മുടെ മക്കൾ അവരുടെ മാർഗം എങ്ങനെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കും? പണ്ടൊക്കെ മക്കളുടെ പുസ്തകത്തിനകത്ത് എന്നാ ഉണ്ടെന്ന് അപ്പനും അമ്മയ്ക്കും കൃത്യമായിട്ട് അറിയായിരുന്നു. എഴുത്ത് വരുന്നത് ആരുടെയൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതമായി പറയുന്നത് ആരൊക്കെ വിളിക്കുന്നുണ്ട്, പറയുന്നുണ്ടെന്നൊക്കെ കൃത്യമായിട്ട് അറിയായിരുന്നു. ഇന്നിപ്പോൾ എത്ര സുഹൃത്തുക്കളോട് ലൈക്ക് ചെയ്യുന്നുണ്ട്, ആരോടെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്, ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇല്ല.
കൊച്ചിനോടാണ് വിളിച്ച് പറയുന്നത്, എൻ്റെ കൊച്ചെ എൻ്റെ ഫോണൊന്ന് നന്നാക്കി താന്നീ. അപ്പോൾ കൊച്ചു പറയുന്നത്, ഇത്രയും നാളായിട്ട് നിങ്ങളിതൊന്നും പഠിച്ചില്ലേ? പണ്ടൊക്കെ അപ്പൻ്റെ അമ്മയുടെയും മക്കൾ, ഇപ്പോഴെങ്ങനെയാണ് മകൻ്റെ അച്ഛൻ മകളുടെ അമ്മ. അങ്ങനെ പറയാൻ, അറിയപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നല്ലതാണ്. സുഹൃത്തുക്കൾ കൊണ്ടൊരു തലമുറയെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് അവരുടെ മാതാപിതാക്കളാകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. വലിയ മാതാപിതാക്കളാകാൻ പറ്റുക. ഈശോയെ നോക്കി തന്നെ പറയുന്നൊരു വചനമുണ്ടല്ലോ, എന്താണ്? ആൾക്കൂട്ടത്തിലെ സ്ത്രീ വിളിച്ചു പറഞ്ഞ, ഇവനെ വളർത്തിയ അമ്മ എത്രയോ ഭാഗ്യവതി. അപ്പോൾ ഒരു തലമുറയെ നോക്കി ലോകം പറയുന്നത് നല്ലതാണ്. മാതാപിതാക്കൾ എത്രയോ സുഹൃതം ചെയ്തവർ. പക്ഷേ അത് പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ യുവാവ് യുവതി ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ, അറിവിൻ്റെ വിസ്ഫോടനം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ബന്ധങ്ങളേറെയുള്ള കാലഘട്ടത്തിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ ഉള്ള അകലങ്ങൾ കൂടുന്നൊരു കാലഘട്ടത്തിൽ എങ്ങനെ അവരുടെ മാർഗം നിർമ്മലമായി കാത്തു സൂക്ഷിക്കും? അവിടുത്തെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. ഏറ്റവും നല്ലത് കൊടുക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും നല്ലത് അവിടുത്തെ വചനമാണ് എന്നുള്ള തിരിച്ചറിയിൽ അവിടുത്തെ വചനം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേ തേടുന്നു. നിങ്ങളൊക്കെ ഇരിക്കുന്നത് പോലെ പൂർണ്ണ ഹൃദയത്തോടെ, മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് അല്ലെ സൈലൻറ്റ് മോഡിലിട്ട് പള്ളിയിലിരിക്കുക, പ്രാർത്ഥിക്കാനിരിക്കുക. ചെറിയ കാര്യമാണ്, മക്കളുടെ മുമ്പിൽ ഒരടയാളമാണ്. കുരിശ് വരയ്ക്കുന്നതിനിടയ്ക്ക് ഒരു ഫോൺ വന്നു. എത്തി നോക്കിയിട്ട് അപ്പൻ പറഞ്ഞു, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. കുഴപ്പമുള്ളൊരു വിളിയാണ്. വെച്ച് എടുത്തിട്ട് പറഞ്ഞു, എല്ലാവരും പ്രാർത്ഥന നിർത്തി, അപ്പ ഇവിടെ ഇല്ല. തിരിച്ചു വന്നിരുന്നു, പ്രാർത്ഥന തുടർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ഫോൺ വന്നു. കൊച്ചു ചോദിച്ചു, അപ്പ എന്നാ ഉണ്ടെന്ന് പറയണോ ഇല്ലെന്ന് പറയണോ? കൺഫ്യൂഷനായി. കുരിശുവരയ്ക്കിടയ്ക്ക് കൊച്ചിനെ കൊണ്ട് ഒരു തവണ പറയിപ്പിച്ചു. ഇനി അടുത്തത് എന്ത് പറയണമെന്നാണ് കൊച്ചു ചോദിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമമാണ് പൂജിതമാകേണ്ടത്, അങ്ങയുടെ രാജ്യമാണ് വരേണ്ടത്, അങ്ങയുടെ തിരിഹിതമാണ് ഞങ്ങളിൽ സംഭവിക്കേണ്ടത്. അന്നു വേണ്ടി ആഹാരത്തിന് വേണ്ടിയാണ് പ്രാർത്ഥന. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേ തേടുന്നു. എല്ലാം സൈലൻറ്റ് മൂഡിലാകുക. ഒരു സൈലൻറ്റ് മൂഡ് വേണം, ഒരു സൈലൻസ് ജീവിതത്തിൽ. ശബ്ദങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ ഒരു സൈലൻസ് വേണ്ടേ? ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. സങ്കീർത്തകൻ പറയുന്നുണ്ട്. മാതാപിതാക്കളും മക്കളും ഒന്നിച്ചൊന്ന് ശാന്തമാകാൻ ഒരിടം. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ 10 കൽപ്പനകൾ നമ്മളൊക്കെ വായിച്ചു. ഞാൻ ഒരു ചെറുപ്പക്കാരായ ഒരു കുടുംബത്തിൻ്റെ വീട്ടിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ചെല്ലുന്ന സമയത്താണ്, ഒരു വൈദികനോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ചെന്ന സമയത്താണ്, ഒരിക്കൽ കണ്ടതാണെങ്കിലും അത് വീണ്ടും ഒന്നുകൂടെ കണ്ടു. പത്രത്തിൻ്റെ ഒരു കട്ടിങ് എടുത്ത് ബൈബിളിനകത്ത് വെച്ചിരിക്കുന്നു. നല്ല കുടുംബത്തിന്, ആധുനിക കുടുംബം തകരാതിരിക്കാൻ 10 കൽപ്പന. എന്താണ്? ഒന്നാമത്തെ കൽപ്പന, നീയും നിൻ്റെ മാതാപിതാക്കളും മക്കളും ദിവസത്തിൻ്റെ 1 മണിക്കൂർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഭക്ഷണം കഴിക്കുകയും വർത്തമാനം പറയുകയും ചെയ്യുക. പ്രൈം ടൈം തമ്പുരാന് വിട്ടുകൊടുക്കുക, പ്രൈം ടൈം കുടുംബത്തിന് വിട്ടുകൊടുക്കുക, പ്രൈം ടൈം മക്കൾക്ക് വിട്ടുകൊടുക്കുക. പ്രൈം ടൈം ഡിവൈൻ ടേബിൾ, പ്രൈം ടൈം ഡൈനിങ് ടേബിൾ, പ്രൈം ടൈം ഡിസ്കഷൻ ടേബിൾ. 3 മേശകൾ വീട്ടിൽ വേണമെന്ന് പറയാറുണ്ടല്ലോ. ദേവാലയത്തിലെ ബലിപീഠം 3 മേശയായി വീട്ടിലേക്ക് വരുന്നു. ഒന്ന് ഡിവൈൻ ടേബിൾ, ഒരു നേരമെങ്കിലും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ. ഡൈനിങ് ടേബിൾ, ഒരു നേരമെങ്കിലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള കൃപ. ഡിസ്കഷൻ ആൻഡ് ഡിസിഷൻ ടേബിൾ, ഒരു നേരമെങ്കിലും ഒന്നിച്ചിരുന്ന് വട്ടത്തിലിരുന്ന് വർത്തമാനം പറയാനുള്ള ഒരു കൃപ. അതിന് മേശ വേണമെന്നില്ല, ചുമ്മാ വട്ടത്തിലിരുന്ന് തിന്നാൽ മതി. പണ്ടൊക്കെ നമുക്കറിയത്തില്ലേ, ഈ ചക്കപ്പുഴുക്കും കോഴിക്കറിയൊക്കെ ഉള്ളൊരു സമയത്ത് ഒരു പാത്രത്തിലോട്ട് ചക്കപ്പുഴുക്കും കോഴിക്കറിയൊക്കെ എടുത്തു വെച്ചിട്ട് എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് തിന്നുന്നു. അതിനു മുമ്പത്തെ ഒരു ഓർമ്മ, ഇല വെട്ടിയിട്ടിട്ട് അതിന് മേളിലേക്ക് വെള്ളിമ കൊണ്ടുവന്ന് ഇതെല്ലാം കൂടെ ഇടുന്നു, അതിന് മേളിലേക്ക് കറി ഒഴിക്കുന്നു, എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് തിന്നുന്നു അല്ലേ. ഏറ്റവും ചെറുതായി ഇലക്കറി ചവിട്ടുന്നൊക്കെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. അന്നും ആർക്കും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, ഒരു സന്തോഷമായിരുന്നത്. ഗൃഹാതുരത്വത്തിൻ്റെ നല്ല ഓർമ്മകൾ. അതിനിടയ്ക്കെല്ലാം നടക്കുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിലെ ലൗലിയുടെ കല്യാണം ഉറച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മാറിപ്പോയ കല്യാണം തിരിച്ചു വന്നെന്നുള്ള നല്ല വാർത്ത പറയുന്നുണ്ട്. അപ്പുറത്തെ കൊച്ചിന് പരീക്ഷയിൽ ഇച്ചിരി മാർക്ക് കുറവാണെങ്കിലും അഡ്മിഷൻ കിട്ടിയെന്നുള്ള നല്ല വാക്ക് പറയുന്നുണ്ട്. കടം കയറി വിൽക്കാനിരുന്ന സ്ഥലം വിൽക്കണ്ടെന്ന് അവരോട് പറയാം എന്നുള്ള വർത്തമാനവും ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. ഒന്ന് പോകാം അവിടം വരെ, ബന്ധുവീട്ടിൽ കുറേ നാളായില്ലേ അവിടെ ഒന്ന് ചെന്നിട്ട്. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഒരു കൂട്ടായ്മയായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. പ്രൈം ടൈം, ഇന്ന് പ്രൈം ടൈം ന്യൂസ് ആൻഡ് റിയാലിറ്റി ഷോ കൗണ്ടർ പോയിന്റ്സുമായിട്ട് ഒരു തലമുറ ആരോടൊക്കെയോ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പം വേണം നമ്മളും അതിൻ്റെ ഭാഗമാകണം, നമ്മളും അത് കേൾക്കണം, നമ്മളും അത് അറിയണം, അനുഭവിക്കണം. അതിനപ്പുറത്ത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രൈം ടൈം, ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം ഒന്ന് മാറ്റിവെക്കാൻ എനിക്ക് പറ്റുക. ഒരു നേരം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുക. അതാണ് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ.
ഏറ്റവും പ്രധാനപ്പെട്ട വചനം, അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ബുദ്ധിയിലല്ല. ബുദ്ധിയിൽ ഒത്തിരി കാര്യങ്ങൾ നിറയുന്ന ഒരു കാലമാണ്. ലോജിക്, യുക്തി എന്തു പറയുന്നു, അതിനകത്ത് സയൻറ്റിഫിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? നമ്മുടെ ഒരു ചോദ്യമാണ്. സയൻറ്റിഫിക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണം, നല്ല കാര്യമാണ്. പക്ഷേ അതിനപ്പുറത്ത് ഹൃദയം കൊണ്ട് ചില കാര്യങ്ങൾ ഏറ്റുവാങ്ങണം. സയൻറ്റിഫിക് ആയിട്ട് നടക്കാത്ത കാര്യങ്ങളെ ദൈവം തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. ഏറ്റവും വലിയ അത്ഭുതം എന്നതാ? സയൻറ്റിഫിക് ആയിട്ട് ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഏറ്റവും വലിയ അത്ഭുതം. എന്താണ്? ഒരു വ്യക്തിയുടെ മാനസാന്തരം. എത്ര കൗൺസിലിംഗ് നടന്നാലും, എത്ര കാത്തിരുന്നാലും നടക്കാത്ത ചില മാനസാന്തരങ്ങളൊക്കെ ചിലയിടത്ത് സംഭവിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം കണ്ട് വളരെ മനോഹരമായ സന്തോഷകരമായ ഒരു കാര്യം. വളരെ ഉന്നതനായ ഒരു മനുഷ്യൻ 27 വർഷമായിട്ട് ജീവിത പങ്കാളിയുമായി വേർപിരിഞ്ഞിരുന്നത് ഒന്നിച്ച് ജീവിക്കുന്നു. ഒരു സന്യാസഭാവമാണ് രണ്ടുപേർക്ക്. ഇപ്പോൾ രണ്ടുപേരും ഒന്നിച്ച് പ്രാർത്ഥനയിലായി, ജീവിതത്തിലായി. അപ്പോൾ ഏറ്റവും വലിയ മാനസാന്തരത്തിൻ്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇടതുകരം നെഞ്ചിൽ വെച്ച് വലതുകരം ഉയർത്തിപ്പിടിച്ച് നമുക്ക് ചോദിക്കാം കർത്താവിനോട്, ദാവീദ് ചോദിച്ചതുപോലെ, യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കും? കർത്താവെ, അവിടുത്തെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്, ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്കും എൻ്റെ തലമുറകൾക്കും ഇടയാകാതിരിക്കട്ടെ. അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അവിടുത്തെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു, എൻ്റെ തലമുറകൾക്കായി കൈമാറുന്നു. 119-ാം സങ്കീർത്തനത്തിൽ 105-ാം വചനം നമുക്കറിയാവുന്ന വചനമാണ്. എല്ലാവർക്കും കാണാതറിയാവുന്ന ഒരു വചനമാണ്. ഈ വചനം അക്കോ അക്ഷരം അറിയത്തില്ലെങ്കിൽ പോലും വചനം ഒത്തിരി നമുക്കറിയാം. അത് മതി. എന്താണ്? കർത്താവിൻ്റെ വചനം, അവിടുത്തെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ്. എന്നിട്ടും എന്ത് ചെയ്യും ഞാൻ ഇടറി? എന്നിട്ടും എന്ത് ചെയ്യും ഞാൻ അസ്വസ്ഥമാകുന്നു? എന്നിട്ടും എന്ത് ചെയ്യും എൻ്റെ തലമുറ ഇരുട്ടത്ത് തപ്പുന്നു? കാരണം മറ്റൊന്നുമല്ല, ഈശോ പറഞ്ഞായിരുന്നല്ലോ, വിളക്ക് കൊളുത്തി ആരും എവിടെയാ വെക്കുന്നത്? പീഠത്തിന്മേൽ വെക്കണം, പറയുടെ കീഴിൽ വെക്കരുത്. എന്താണ് വിളക്ക്? അവിടുത്തെ വചനം പാദങ്ങൾക്ക് വിളക്കാണ്, വഴികളിൽ പ്രകാശമാണ്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇപ്പം ലോകത്തിൻ്റെ പ്രകാശമായ കർത്താവിനെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം എൻ്റെ തലമുറയ്ക്കായി പരിചയപ്പെടുത്തി കൊടുക്കാൻ എനിക്ക് പറ്റണം. ആ ചെറുപ്പക്കാരായ ദമ്പതികളെ പോലെ 3 കുഞ്ഞുങ്ങളുണ്ട് ആ വീട്ടിൽ, ഊണ് കഴിക്കാൻ പോയ വീട്ടിൽ. അവർ പറയാണ്, ആ സഹോദരി അനിയത്തി പറഞ്ഞ കാര്യം കേട്ടിട്ട് ഒത്തിരി ഒരു തോന്നി, ഒരു ഗുണപാഠം പോലെ. കാരണം 3ാമത്തെ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ എനിക്ക് പറ്റിയില്ല. കാരണം അത് തൊട്ടിക്കിടക്കും. അതിനെ കൂടെ കൊണ്ടുപോകുമ്പം വല്ലാത്തൊരു അസ്വസ്ഥത. മൂത്തതിനെ എടുത്തുകൊണ്ട് അപ്പൻ പോവും. അപ്പൻ എന്നാണ് വിളിക്കുന്നത് ഈ ഭർത്താവിനെ. അവന് 32-33 വയസ്സേ ഉള്ളൂ. അപ്പൻ പോവും. അപ്പനാണ് ഞങ്ങളെല്ലാം ചുമന്നുകൊണ്ട് പള്ളിയിലോട്ട് പോകുന്നത്. കാരണം ഞങ്ങൾ പള്ളിയിൽ പോകുന്നില്ലെങ്കിലും കൈക്കുഞ്ഞുമായിട്ടിരിക്കുന്ന അമ്മയെ ഉൾപ്പെടെ ചുമന്നുകൊണ്ട് പോവുകയാണ് അപ്പൻ. ശരിക്കും ഒരു കുടുംബത്തെ ഒന്നാകെ വഹിച്ചുകൊണ്ടാണ് അപ്പൻ ദേവാലയത്തിലേക്ക് പോവുക. അതുപോലെ തന്നെ നേരെ തിരിച്ച് നമ്മൾ കാണുന്നില്ല, നമ്മുടെ ദേവാലയങ്ങളിൽ പ്രഭാതത്തിൽ എഴുന്നേറ്റ് 4 മണിക്ക് എഴുന്നേറ്റ് വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് അപ്പനുള്ള ചോറും പൊതി റെഡിയാക്കി, മക്കൾക്കുള്ള ചോറും പൊതി റെഡിയാക്കി, കാപ്പി റെഡിയാക്കി, എല്ലാം റെഡിയാക്കി വെച്ചിട്ട് എടുത്ത് കഴിച്ചോണം ഞാൻ വരാമെന്നും പറഞ്ഞുകൊണ്ട് കിട്ടിയ സാരി ഉടുത്തോണ്ട് ഓടുന്ന ചില അമ്മമാർ, കിട്ടിയ ചുരിദാർ ഇട്ടുകൊണ്ട് പോകുന്ന ചില ചെറുപ്പക്കാരായ അമ്മമാരെ ഞാൻ കാണുന്നു, നമ്മളൊക്കെ കാണുന്നുണ്ട്. അവരാരെ കൊണ്ടാണ് പോകുന്നത്? അവരുടെ ചുമലിൽ അവരുടെ കുടുംബമുണ്ട്. ഒരുപക്ഷെ വൈകി വന്ന് കിടന്നുറങ്ങിയ ഭർത്താവ്, പഠിച്ച് തളർന്നു കിടക്കുന്ന മക്കൾ, അതുമല്ലെങ്കിൽ കൃപ നഷ്ടപ്പെട്ട അഭിഷേകം കിട്ടാത്തല്ലേ ഒരു ആത്മീയ മരവിപ്പുള്ള കുഞ്ഞ്, പള്ളിയിൽ പോയാൽ കുർബാന സ്വീകരിക്കാൻ പറ്റുകയല്ലോ, അതുകൊണ്ട് ഇന്ന് പോകണ്ടെന്ന് കരുതുന്ന കുഞ്ഞുങ്ങളുടെ കുഴപ്പമില്ല. അങ്ങനെയൊക്കെയുള്ള സ്വന്തം പ്രിയപ്പെട്ടവരുടെ ഭാരങ്ങളും വ്യാകുലങ്ങളും നിയോഗങ്ങളും ഒക്കെ ഏറ്റുവാങ്ങി പള്ളിയിലേക്ക് പോകുന്നവർ. കർത്താവിൻ്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കാണ്, എൻ്റെ വഴികളിൽ പ്രകാശമാണ്. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം 6:6 പറയുന്നു, ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. വീണ്ടും പറയുന്നു, ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ബുദ്ധിയുടെ തലങ്ങളിൽ ഒരിക്കലും വചനത്തെ എടുക്കരുത്. നമുക്കറിയാം, നമ്മൾ ഒത്തിരി ധ്യാനങ്ങളൊക്കെ കൂടി വളരെ വചനാനുഭവത്തിലേക്ക് പ്രവേശിച്ചു. കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു സ്ഥിതിവിവര കണക്ക് പറയുന്നത് കേട്ടിട്ട് കൗതുകവും അത്ഭുതവും തോന്നി. 1,26,00,000 പേര് തന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ ഡയറക്ടർ മറ്റോ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ആദ്യം മുതൽ ലിസ്റ്റ്. പിന്നെ ബാക്കിയുള്ള മൂവ്മെൻറ്റുകൾ നമുക്കറിയാം. 10,000 നിറഞ്ഞു കവിയുന്ന ധ്യാന കേന്ദ്രങ്ങൾ നമുക്കുണ്ട്. വചനത്തിൻ്റെ ഒരു അഭിഷേകമുണ്ട്. കാരണം അത് വചനത്തിൻ്റെ അറിവിന് വേണ്ടിയല്ല, വചനത്തിൻ്റെ ഒരു അനുഭവത്തിന് വേണ്ടിയാണ് ഒരു തലമുറ ഓടുന്നത്.
ഒരു തലമുറയെ വചനത്താൽ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ കർത്താവ് പറയുന്നുണ്ടല്ലോ, അവരും സത്യത്താൽ വിശുദ്ധീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അവിടുത്തെ വചനമാണല്ലോ സത്യം. അവിടുത്തെ വചനമാകുന്ന സത്യത്താൽ ഞാൻ എൻ്റെ തലമുറയെ വിശുദ്ധീകരിക്കുന്നു. അവരും, ഈശോ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? കൂടെയുള്ള ശിഷ്യന്മാർ, അവരെ ഓർത്താണ് പ്രാർത്ഥിക്കുന്നത്. പിതാവേ, ഞാൻ അങ്ങേ സന്നിധിയിലേക്ക് വരുന്നു, മക്കൾ ലോകത്തിലാണ്, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാം, ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം, ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞങ്ങൾ ബോധ്യങ്ങൾ കിട്ടിയവർ, കൃപ ലഭിച്ചവർ, അങ്ങയുടെ സന്നിധിയിൽ വചനത്തിനായി ഹൃദയമുയർത്തി, ശരീരം സമർപ്പിച്ച്, മനസ്സിനെ സമർപ്പിച്ച്, കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അങ്ങ് പറഞ്ഞതുപോലെ ലോകത്തിലാണ്. ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളിലൂടെ വീണ്ടെടുക്കപ്പെടേണ്ട, വിശുദ്ധീകരിക്കപ്പെടേണ്ടവർ. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം 6:6 പറഞ്ഞത്, ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടുകൂടി അത് നിന്റെ മക്കളെ പഠിപ്പിക്കണം. ജാഗരൂകതയോടുകൂടി അത് നിന്റെ മക്കളെ പഠിപ്പിക്കണം. അക്കാഡമിക് തലങ്ങളിലുള്ള ഒരു ജാഗരൂകത വേണം. ഇവിടെ കുഞ്ഞുങ്ങളുടെയൊക്കെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. 1200-ൽ 1200 നേടിയവർ, നല്ല കാര്യം. ഫുൾ A+ വാങ്ങിയവർ, നല്ല കാര്യം. കുഞ്ഞുങ്ങൾ പഠിക്കണം. വലിയൊരു അഭിഷേകം. നമുക്ക് സ്ഥാപനങ്ങളുണ്ട്. കാലത്തിനൊത്ത് നവീകരിക്കപ്പെട്ട ബോധ്യങ്ങൾ വന്ന നമ്മുടെ തലമുറ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് വിന്യസിക്കപ്പെടണം, യാതൊരു സംശയവുമില്ല. ഏറ്റവും നല്ലത് കൊടുക്കണം, ഏറ്റവും നല്ലത്. ഞാനിന്ന് കൽപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടുകൂടി അവിടുത്തെ വചനം നിങ്ങൾ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും, യാത്ര ചെയ്യുമ്പോഴും, കിടക്കുമ്പോഴും, എഴുന്നേൽക്കുമ്പോഴും അവിടുത്തെ വചനം ധ്യാനിക്കണം. വീടിൻ്റെ കട്ടിലപ്പടിയിന്മേലും പടിവാതിലിന്മേലും വചനം എഴുതണം. അങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് കിട്ടുമെന്ന് ബാക്കി ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. നിന്റെ പിതാക്കന്മാരായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരോട് വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് നീ പണിയാത്ത പട്ടണം നിനക്കായി പണിതു വച്ചിരിക്കുന്നു. നീ കുഴിക്കാത്ത കിണറിൽ നീ നീരുറവ കോരി കുടിക്കുന്നു. നീ പണിയാത്ത ഭവനത്തിൽ വിശിഷ്ട വസ്തുക്കൾ നിറഞ്ഞിരിക്കുന്നു നിനക്ക് വാസമൊരുക്കാൻ. നീ നട്ടുപിടിപ്പിക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് മരങ്ങളും. നമ്മുടെ കോൺഗ്രസിലാകുമ്പോൾ റബ്ബർ തോട്ടങ്ങളെന്നോ ഏലത്തോട്ടങ്ങളെന്നോ തെങ്ങും തോട്ടങ്ങളെന്നൊക്കെ പറയല്ലേ, എല്ലാം കരുതി വെച്ചിരിക്കുന്നു ദൈവം. ഇതെല്ലാം ഭക്ഷിച്ച് തൃപ്തരാകുമ്പോൾ അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന കർത്താവിനെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ പ്രവാസ ജീവിതം, കുടിയേറ്റം നമുക്കറിയാം. മലബാറിൻ്റെ കുടിയേറ്റം, ഹൈ റേഞ്ചിൻ്റെ കുടിയേറ്റം ഒരു തലമുറ നമ്മളെ പഠിപ്പിച്ചല്ലോ. ഒന്നുമില്ലായിരുന്നു പോകുമ്പോൾ. കാച്ചക്രം, 2 ചക്രം, 3 ചക്രം, അല്ലെങ്കിൽ 2 പശു, അതിനെ വഴി കൊടുക്കും. കാരണം ഇതിനെ എങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത്. എന്നിട്ട് ആ പൈസയായിട്ടൊക്കെയാണ് ഒരു തലമുറ ഇങ്ങോട്ട് പോകുന്നത്. ട്രെയിൻ എവിടം വരെ ഉണ്ടായിരുന്നു മലബാറിൽ അറിയാം, അവിടുന്നുള്ള യാത്രകൾ. പക്ഷെ ഒന്നുണ്ടായിരുന്നു, ഏറ്റവും നല്ല മണ്ണ് പള്ളിക്ക് മാറ്റിയിട്ടു. ആദ്യത്തെ തടി വെട്ടി എന്തിനാ? ഒരടയാളമുണ്ടാക്കാൻ, കുരിശടയാളം. അതിന് ചുറ്റുമിരുന്ന് പ്രാർത്ഥിച്ചു. ഒരു വിശ്വാസ സമൂഹം രൂപപ്പെട്ടു. പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ രൂപപ്പെട്ടു. കടന്നു വന്നവർ മാത്രമല്ല രക്ഷപ്പെട്ടത്, കുരിശു നാട്ടിയവർ മാത്രമല്ല രക്ഷപ്പെട്ടത്, അതോടൊപ്പം ഒരു ഗ്രാമം തന്നെ രക്ഷപ്പെടുകയായിരുന്നു. എല്ലാവരും ആ അനുഭവത്തിലായിരുന്നു. ഒരു ബലിയർപ്പിക്കാൻ പുരോഹിതരെ കൊണ്ടുവരുന്നു. ബലിപീഠങ്ങൾ ഉയർത്തപ്പെടുന്നു. ദേവാലയങ്ങളോടൊപ്പം സ്കൂളുകളോടൊപ്പം കോളേജുകളും ഉയർത്തപ്പെടുന്നു. ഒരു സംസ്കാരത്തെ തന്നെ രൂപപ്പെടുത്തുകയായിരുന്നു. കാരണം അവർക്ക് അവകാശപ്പെട്ടത് ദൈവം നേരത്തെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അയക്കപ്പെടുമ്പോൾ അവർക്കുള്ളത് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുടിയേറ്റങ്ങളുടെ കഥകൾ മുഴുവൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ബെൽത്തങ്ങാടിയിൽ പോയപ്പോൾ കണ്ടു. ബെൽത്തങ്ങാടി, അവിടെയും മലബാറിൻ്റെ കുടിയേറ്റം പോലെ തന്നെ. ഇതാണ് അതേ കാലഘട്ടത്തിൽ മലബാറിൽ പോലും നിൽക്കാൻ നിവൃത്തിയില്ലാതെ വന്നവരാണ് അങ്ങോട്ട് പോയത്. വളരെ തുച്ഛമായ വിലയ്ക്കോ സൗജന്യമായോ കിട്ടിയ ഭൂമി അതെല്ലാം പൊന്നായി മാറി. ഇപ്പം കർത്താവിൻ്റെ വചനം അവരോടൊപ്പം ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ വചനത്തോടൊപ്പം അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ പറ്റി. ഒരു തലമുറയെ നല്ല വചനപാഠങ്ങൾ പഠിപ്പിച്ചു. ജാഗരൂകതയോടെ തലമുറയെ പഠിപ്പിച്ചു.
ക്ലാസ്സിൽ മാർക്ക് കുറവാണെങ്കിലും പള്ളി പോയില്ലെങ്കിൽ തല്ല് കിട്ടിയ ഒരു തലമുറ ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ എത്ര കിട്ടിയെന്ന് ചോദിക്കുകയില്ല. മാർക്ക് കുറഞ്ഞയാൾ പോരെ തൂമ്പ എടുത്തുകൂടെ എന്നാണ് വില്ലിപ്പൻ തൊട്ടെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. തോറ്റോ നന്നായി, കാരണം ഹൈറേഞ്ചിൽ വെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തോട്ട് വിടാൻ ആളായല്ലോ, അല്ലെ മലബാറിൽ മേടിച്ച സ്ഥലത്തോട്ട് വിടാൻ ആളായല്ലോ. തോറ്റത് നന്നായി എന്ന് ചിന്തിച്ചു. എവിടെ തോറ്റത്? ക്ലാസ്സിൽ തോറ്റത് നന്നായി. പക്ഷെ ഒന്നുണ്ട്, പള്ളി പോകാതെ കറങ്ങി നടന്നാൽ, അച്ഛനെ ചോദ്യം ചെയ്താൽ ചിലപ്പോൾ മുട്ട നിർത്തി മുഴുവൻ സമയം കൊന്തയില്ലേണ്ടി വരും. 33 കൂട്ടം നമസ്കാരങ്ങൾ മുട്ട നിന്ന് ചെല്ലാതെ കഞ്ഞി കിട്ടിയിട്ടില്ലെന്ന് ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ സാക്ഷ്യമായിട്ട് പറയുന്നു. അദ്ദേഹത്തിൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ 33 കൂട്ടം നമസ്കാരങ്ങൾ മുട്ട നിന്ന് ചെല്ലാതെ കഞ്ഞി കിട്ടാത്തൊരു കാലം. അന്ന് വചനം എഴുതിയിട്ടില്ല, വാമൊഴിയായിട്ടാണ് പഠിപ്പീരുകൾ മുഴുവനും. എല്ലാം പഠിച്ചു, ദൈവസ്തുതികൾ, കീർത്തനങ്ങൾ എല്ലാം അറിയാമായിരുന്നു. അപ്പോൾ ഒരു തലമുറ വിശ്വാസങ്ങളിൽ ബോധ്യപ്പെട്ടു. ഇന്ന് തലമുറയുടെ അപജയങ്ങളെ കണ്ടിട്ട് പലരും പറയുന്നുണ്ടല്ലോ, എവിടെ ഇത് സംഭവിക്കുന്നു? 3 വയസ്സിന് മുമ്പ് കിട്ടിയതെല്ലാം ബോധ്യങ്ങൾ, 9 വയസ്സിന് മുമ്പ് കിട്ടുന്നതെല്ലാം സ്വഭാവങ്ങൾ. കുട്ടികളെക്കുറിച്ച് മുമ്പേ പറഞ്ഞതുപോലെ ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാമെന്ന് പറയുമ്പം ശാസ്ത്രീയമായിട്ട് തന്നെയാണ് പറയുന്നത്. 3 വയസ്സിന് മുമ്പ് കിട്ടിയതെല്ലാം ബോധ്യങ്ങളാകുന്നു. പ്രഭാഷകന്റെ പുസ്തകം 40:15 എവിടെങ്കിലും തലമുറ അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ, ദൈവഭയമില്ലാത്തവന്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല, വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ. ദൈവഭയമില്ലാത്തവരുടെ സന്തതി അധികം ശാഖ ചൂടുകയില്ല, വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണ് അവയ്ക്ക്. ചെറുപ്പകാലങ്ങളിൽ അല്പം A+ കാണും, പുറമേയൊക്കെ നല്ല റോളം കാണും. ആരെങ്കിലും നിർബന്ധിച്ചാൽ അതിൻ്റെ പേരിൽ ഒരു കാര്യങ്ങളൊക്കെ കാണും, പെട്ടെന്ന് വാടിക്കരിയുന്നു. പ്രഭാഷകന്റെ പുസ്തകം 41:5 എന്തുകൊണ്ട് ഒരു തലമുറ ഭയമില്ലാതെ പോകുന്നു? അല്ലെങ്കിൽ ദൈവനിഷേധം, അല്ലെങ്കിൽ ദൈവവുമായിട്ട് വിശ്വാസത്തിൻ്റെ തലങ്ങളിൽ മാത്രമല്ല, ഒരു സംസ്കാരത്തിൻ്റെ തലങ്ങളിൽ പോലും പലരെയും വേദനിപ്പിച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ അലഞ്ഞു തിരിയുന്നെങ്കിൽ എന്തുകൊണ്ട്? പ്രഭാഷകന്റെ പുസ്തകം 41:5 കൃത്യമായ ഉത്തരം വചനം തരുന്നു. പാപികളുടെ സന്താനങ്ങൾ മ്ലേച്ഛ സന്തതികളായി മാറും. അവർ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കും. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും. അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് പാത്രമാകും. ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. അവൻ നിമിത്തമാണ് അവർ നിന്ദ അനുഭവിക്കുന്നത് എന്നവർ പറയും. പ്രിയമുള്ളവരെ, അലച്ചിലിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ബഹളങ്ങളെല്ലാം കഴിഞ്ഞ് പരാജയപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു 25 വയസ്സ് 30 വയസ്സായ ഒരുപാട് പേർ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി ഇത് പറയുന്നതായിട്ട് കേൾക്കുന്നു. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മളിത് ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്. പ്രാർത്ഥിക്കാം. ഒരു തലമുറ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടാതിരിക്കേണ്ടതിന് ദൈവഭയമുള്ളവരായി നമുക്കവരെ വളർത്തിയെടുക്കാൻ ശ്രമിക്കാം. എന്നാൽ 25-ാം സങ്കീർത്തനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവർ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവൻ ഐശ്വര്യത്തിൽ കഴിയും, അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. 25-ാം സങ്കീർത്തനം 12-ാമത്തെ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവർ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവൻ ഐശ്വര്യത്തിൽ കഴിയും, അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. ഭയത്തിൻ്റെ ദുരാത്മാവിനെയല്ല നമ്മൾ ചിന്തിക്കുന്നത്. ശക്തിയുടെ പരിശുദ്ധാത്മാവ്, ദൈവഭയമുള്ളൊരു തലമുറ, ദൈവത്തെ ഭയപ്പെടുന്നവൻ, അവർ നടക്കേണ്ട വഴി ദൈവമാണ് കാണിച്ചു കൊടുക്കുക. അസ്വസ്ഥതകളിൽ വഴി നടത്തുന്ന ദൈവം, നമുക്കറിയാം, മരുഭൂമി അനുഭവങ്ങളിൽ ചേർത്ത് പിടിക്കുന്ന ദൈവം. ആ ദൈവം നമ്മളെ വഴി നടത്തട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. കരങ്ങൾ കൂപ്പാം. ശാന്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ തലമുറ ഞാൻ ദൈവഭയമില്ലാതെ അഹങ്കാരത്തിൽ ജീവിച്ചത് മൂലം വേര് പിടിക്കാത്ത അവസ്ഥയിലേക്ക് കടന്നു പോകാതിരിക്കാൻ ഞാനിതാ എളിമപ്പെടുന്നു. അങ്ങയുടെ സന്നിധിയിൽ ബാഹ്യമായി കരങ്ങൾക്കപ്പുറം എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ തലമുറ പാപികളുടെ സങ്കേതങ്ങളിലേക്ക് പോകാതെ, പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കാതെ, അവരുടെ തലമുറയ്ക്ക് അവകാശപ്പെട്ട നന്മ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കർത്താവേ, അവിടുത്തെ വചനം ഞാനിതാ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു.